ബിഗ് ബോസ് മലയാളം സീസൺ 7 ഷാനവാസ് നിവിൻ വിഷയം. ഷാനവാസ് പലതവണ എനിക്ക് തോന്നുന്നു ഈ ലൈവ് നമ്മൾ കാണാൻ തുടങ്ങി ഫസ്റ്റ് എപ്പിസോഡ് മുതൽ മുന്നോട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഫസ്റ്റ് വീക്കിൽ തന്നെ ഷാനവാസ് ഈ നിവിനോടുള്ള ഒരു അതൃപ്തി അവിടെ പറഞ്ഞിട്ടുണ്ട്. നവീന്റെ കൂടെ ബെഡ് ഷെയർ ചെയ്യാൻ പറ്റില്ല, നവീന്റെ കൂടെ കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനെ എല്ലാവരും സദാചാരം അല്ലെങ്കിൽ ഒരു അമ്മാവൻ ഷാനവാസ് അമ്മാവൻ കളിക്കുകയാണ് എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഷാനവാസ് കുറച്ച് കാര്യങ്ങൾ എടുത്ത് പറഞ്ഞിരിക്കുകയാണ്, ഷാനവാസിന് സംഭവിച്ച കാര്യങ്ങൾ. അതുപോലെ നവീൻ ഒരെണ്ണം പൊട്ടിക്കുകയും ചെയ്തു എന്ന് ഷാനവാസ് പറയുന്നുണ്ട്. നവീൻ ഒരു അടിയും കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പൊ എന്തിനായിരിക്കും ഷാനവാസ് അടിച്ചത്? അടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷാനവാസിന് അങ്ങനെ ഒരു ഫീൽ ചെയ്തിരിക്കാം, ഇവൻ എവിടെയോ കയറി പിടിച്ചപ്പോൾ ഷാനവാസ് ഒന്ന് കൊടുത്തിട്ടുണ്ട്. അതാണ് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നിവിൻ അവിടെ താൻ ജെൻഡർ പോലും അവിടെ റിവീൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളാണ്. അവിടെ കാണിക്കുന്ന ആദ്യമൊക്കെ നമുക്കൊരു ഇൻട്രസ്റ്റ് ആയിട്ട് വന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു ഈ പറഞ്ഞ നെവിൻ്റെത്. നെവിൻ അവിടെ ചെറിയ ചെറിയ മോഷണങ്ങൾ നടത്തുന്നു, അതുപോലെ തന്നെ സംസാരം, ഇതെല്ലാം നമ്മളെ കുറെ അധികം ചിരിപ്പിക്കുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷേ പോകെ ബോറായിട്ട് തുടങ്ങി എല്ലാവർക്കും. എന്ന് വെച്ചാൽ ഒരേ സംഭവം തന്നെ കണ്ടന്റ് തന്നെ പിടിച്ചുകൊണ്ട് പോകുന്നു. അതുപോലെ തനിക്കൊന്നും വിഷയമല്ല, താന് കാണിക്കുന്നതെല്ലാം ന്യായീകരിക്കാനും, എന്ന് വെച്ചാൽ ലാലേട്ടന്റെ മുന്നിൽ വരെ ഒരു പൊട്ടം കളിച്ച് ന്യായീകരിക്കാനും ഒക്കെ ശ്രമിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. നവീനെ കുറിച്ച് സീരിയസ് ആയിട്ട് ഒരു അലിഗേഷൻ ആണ് ഇവിടെ ഷാനവാസ് പറഞ്ഞിരിക്കുന്നത്. ലൈവ് എല്ലാം കണ്ടവർക്കും എപ്പിസോഡിൽ അധികം ഇതൊന്നും വരത്തില്ല, പക്ഷെ ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും ഷാനവാസ് പറയുന്നതിൽ കാര്യമുണ്ട് എന്നുള്ളത്. ഷാനവാസിനെ എന്തോ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടില്ല എന്നുള്ളത് ഷാനവാസ് പല സമയങ്ങളിലും പലരോടും പറയുന്നതായിട്ട് നമ്മളും കേട്ടിട്ടുണ്ട്. ഞാൻ ഇനി അവന്റെ കൂടെ ബെഡ് ഷെയർ ചെയ്യില്ല, അവൻ അങ്ങനല്ല, ശരിയാവത്തില്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ എല്ലാം പുറകിൽ ഒരു കഥയുണ്ടെന്ന് നമുക്ക് ഇപ്പോഴാണ് ഷാനവാസ് ഇന്ന് അത് പറയുമ്പോഴാണ് മനസ്സിലാകുന്നത്. പുള്ളിയുടെ ടച്ചിങ് ആണെങ്കിലും, പുള്ളി ടച്ച് ചെയ്യുന്ന രീതിയാണെങ്കിലും, കിടക്കുമ്പോൾ അവിടെ ഇവിടെ കയറിയൊക്കെ ടച്ച് ചെയ്യുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് അവർ ഷാനവാസ് ഉദ്ദേശിക്കുന്നത്. അത് ഷാനവാസിന് തോന്നിയതായിരിക്കാം, ഷാനവാസിന് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ ആ ഒരു ആക്റ്റിൽ നിന്നും ഷാനവാസിന് അത് കംഫർട്ടബിൾ അല്ല എന്ന് തോന്നിയത് കൊണ്ടാണല്ലോ ഷാനവാസ് അത് പറഞ്ഞത്. അതുപോലെ തന്നെ ഈ നവീനും ഷാനവാസും ആയിരുന്നു ബെഡ് ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം നവീൻ പുറത്തുപോയി, നമുക്കെല്ലാവർക്കും അറിയാം. നവീൻ പുറത്തു പോയതിനു ശേഷം അകത്തേക്ക് വന്ന സമയത്ത് അവിടെ ബിഗ് ബോസിനോട് തന്നെ ഷാനവാസ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ നവീനുമായിട്ട് ബെഡ് ഷെയർ ചെയ്യില്ല എന്നുള്ളത്. അത് എന്ത് സംഭവിച്ചാലും ഞാൻ ബെഡ് ഷെയർ ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിനുശേഷം വന്ന നവീൻ എന്താണ് ചെയ്തത്? നവീൻ അവിടെ വന്നിട്ട് ഇപ്പൊ ഷാനവാസിന്റെ കിടന്നാൽ മതി, ഞാൻ ഇവിടെ കിടക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒരു ഇഷ്യൂ ഒക്കെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ നോക്കിയായിരുന്നു. അതിനുശേഷം ഷാനവാസ് പറഞ്ഞു, നീ ഇവിടെ കിടന്നോ, ഞാൻ വേറെ മാറി കിടന്നോളാം എന്നുള്ള രീതിയിൽ ഷാനവാസും, നീ ഇവിടെ കിടക്കുവാണെങ്കിൽ ഞാൻ കിടക്കുന്നില്ല എന്ന് പറഞ്ഞ് ഷാനവാസും അവിടെ സംസാരമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, വൈൽഡ് കാർഡ് കയറുന്ന അതിന്റെ അടുത്ത ദിവസമാണ് പ്രവീണൊക്കെ കയറുന്നത്, പ്രവീണും ജിഷിനും ഒക്കെ കയറുന്നത്. അതിനുശേഷം ആ ഷാനവാസ് ജിഷിനുമായിട്ടാണ് കൂടുതലും ബെഡ് ഷെയർ ചെയ്തത്. ഈ ആഴ്ച പുറത്തായ പ്രവീൺ കുറെ കാര്യങ്ങൾ, ബിഗ് ബോസിനകത്ത് കിടക്കുന്ന കുറെ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ ഈ പറഞ്ഞ നിവിനെ കുറിച്ചും പറയുന്നുണ്ട്. നെവിന്റെ അൺകംഫർട്ടബിൾ ആയിട്ട് എനിക്കും തോന്നിയിട്ടുണ്ട്, നെവിന്റെ കുറെ ചേഷ്ടകൾ എനിക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള രീതിയിൽ പ്രവീണും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനകത്തുള്ള പലരും ഇപ്പൊ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആദില, നൂറ, അവരെല്ലാരും പറയുന്നുണ്ട് നെവിന്റെ ഈ ഒരു പോക്കിൽ ഒരുപാട് സംശയങ്ങൾ ഉള്ളതായിട്ട് അവരും പറയുന്നുണ്ട്. നെവിൻ അവിടെ കാണിക്കുന്നതിൽ അവിടെയുള്ള പലർക്കും ഒരു അൺകംഫർട്ടബിൾ തോന്നിയിട്ടുണ്ട് എന്ന് പലരും പല സമയങ്ങളിലും അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആരും പ്രത്യക്ഷത്തിൽ വന്നിട്ട് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടില്ല, മടി കാണിച്ചു. ആരും പ്രത്യക്ഷത്തിൽ വന്നിട്ട് എന്നോട് ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ഷാനവാസ് ഇപ്പൊ കൃത്യമായിട്ട് അത് പറയുന്നുണ്ട്. ഷാനവാസിന് ഇതൊരു കണ്ടന്റ് ആക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. ഷാനവാസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കണ്ടന്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. പക്ഷെ ഷാനവാസിന്റെ ഗതികെട്ട് അവസാനമാണ് ഷാനവാസ് പറയുന്നത്. ഷാനവാസിന് ഇനി അത് പറഞ്ഞേ പറ്റൂ എന്നുള്ളൊരു അവസ്ഥ വന്നപ്പോഴാണ് ഷാനവാസ് അവിടെ പറയുന്നത്. പക്ഷെ ഇതിനെ ഓരോരുത്തർ അമ്മാവൻ ആണ്, ഷാനവാസ് അമ്മാവൻ സ്റ്റൈല് കളിക്കുകയാണ്, അല്ലെങ്കിൽ പുരോഗമന ചിന്ത ഇല്ലാത്ത ഒരാളാണ് എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോഴും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇപ്പോഴും പറയുന്നവരുണ്ട്. പക്ഷെ അങ്ങനല്ല, ഷാനവാസിനെ അറിയത്തുള്ളൂ ഷാനവാസിനോട് എന്തൊക്കെയാണ് ഈ നെവിൻ ചെയ്തിട്ടുള്ളത് എന്ന്. അത് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണല്ലോ ഷാനവാസ് അവനിൽ നിന്ന് മാറിക്കിടക്കാനും അവനിൽ നിന്ന് ഒരു അകലം പാലിക്കാനും തീരുമാനിച്ചത്. ഷാനവാസ് എന്ന് പറയുന്നുണ്ടല്ലോ, ഞാൻ ഒരെണ്ണം കൊടുക്കുകയും ചെയ്തു എന്നുള്ളത്. അപ്പൊ എന്തിനാണ് കൊടുത്തത്? എന്റെ ഇന്ന സ്ഥലത്ത് കയറി പിടിക്കപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന് പറയണമെങ്കിൽ അപ്പൊ എന്തെങ്കിലും അവിടെ നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. ഇനി സാറ്റർഡേ ഇതിനെ ഏതെല്ലാം രീതിയിൽ ന്യായീകരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്താണെങ്കിലും ഷാനവാസ് ഇത്രയും ദിവസം പറയാത്ത കാര്യം ഇന്ന് അത് പറഞ്ഞിരിക്കുകയാണ്, വെട്ടി തുറന്ന് പറഞ്ഞിരിക്കുകയാണ്. ഈ സീസണെ കുറിച്ച് പറയുകയാണെങ്കിൽ ലാലേട്ടന്റെ അവസ്ഥയാണ് നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ടത്.
ലാലേട്ടൻ വന്ന് ഇപ്പൊ ചോദിക്കേണ്ടത് എന്തൊക്കെയാണ്? ഈ സാറ്റർഡേ വന്നാലും കഴിഞ്ഞ സാറ്റർഡേയും അതിന്റെ മുമ്പത്തെ സാറ്റർഡേയും ഈ വരുന്ന വീക്കെൻഡ് എപ്പിസോഡുകളിലെല്ലാം ലാലേട്ടന് ചോദിക്കേണ്ട ചോദ്യങ്ങൾ ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് ചിരി വരുന്നത്. ഇനിയിപ്പോ വന്നിട്ട് ചോദിക്കണമല്ലോ, ഷാനവാസിന്റെ എവിടെ കയറി പിടിച്ചത്, എന്തിനാ ഷാനവാസ് അടിച്ചത്, അല്ലെങ്കിൽ ഷാനവാസ് എന്താണ് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാൻ കാരണം എന്ന് ചോദിക്കുമ്പോൾ ഷാനവാസ് അവിടെ വെട്ടി തുറന്ന് കാര്യങ്ങൾ പറയും. ഷാനവാസിന്റെ ഇപ്പോഴത്തെ പോക്ക് അനുസരിച്ചിട്ട് ഷാനവാസ് അവിടെ വെട്ടി തുറന്ന് പറയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ തന്നെ എനിക്ക് തോന്നുന്നു 80+ എന്ന് എഴുതി കാണിക്കേണ്ടി വരും മിക്കവാറും എപ്പിസോഡിൽ തന്നെ. ഇത് 80+ ആണെന്ന് പറഞ്ഞിട്ട് ആ വീക്കെൻഡ് എപ്പിസോഡ് അങ്ങനെ കാണിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. നവീനെ കുറിച്ച് പറയുവാണെങ്കിൽ ഷാനവാസ് പറയുന്ന ഒരുപാടുണ്ടെന്നാണ് പറയുന്നത് പറയാൻ. അത് മൊത്തവും കൂടെ ഷാനവാസ് പറയുവാണെങ്കിൽ മിക്കവാറും ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ കാണിക്കേണ്ടി വരും. എന്തായാലും ഈ ഒരു സീസൺ എന്ന് വെച്ചാൽ കുൽസിതങ്ങൾ മാത്രമുള്ള ഒരു സീസൺ ആയിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കുൽസിതമായി പോയി ഇപ്പൊ ബിഗ് ബോസ് എന്നൊരു തോന്നലാണ് നമുക്കെല്ലാം ഉണ്ടാക്കുന്നത്. എന്നുവെച്ചാൽ ആര്യൻ ജിസയില് പ്രശ്നം, അത് ലാലേട്ടൻ വന്ന് അവിടെ ഡീൽ ചെയ്തത് നിങ്ങൾക്കറിയാം എങ്ങനെയാണെന്നുള്ളത്. അതിനുശേഷം ഇപ്പൊ പ്രവീൺ വെളിയിൽ വന്നിരുന്നത് വന്നിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അനുമോള് പറഞ്ഞതിൽ കാര്യമുണ്ട് എന്നാണ്. അത് മാത്രമല്ല, നിങ്ങൾ കാണാത്ത പലതും ഞങ്ങൾ അതിനകത്ത് കാണുന്നുണ്ട്, ഞാൻ പോയി നോക്കട്ടെ ഇതെല്ലാം എപ്പിസോഡിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത്, ഇല്ലെങ്കിൽ ഞാൻ അത് പറയാമെന്നും പറഞ്ഞിരുന്നു. എന്തായാലും അത് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഇവരെ എഴുതി സൈൻ ചെയ്ത് കൊടുക്കുന്ന പേപ്പേഴ്സ് ഉണ്ടല്ലോ, പേപ്പേഴ്സിനകത്തൊക്കെ ബിഗ് ബോസിനെതിരെ പറയാൻ പാടില്ല, അല്ലെങ്കിൽ അവിടെ അതിനകത്ത് എന്ത് നടന്നെന്ന് പറഞ്ഞാലും വെളിയിൽ വന്നിട്ട് ബിഗ് ബോസിനെ മോശമാക്കുന്ന രീതിയിൽ സംസാരിക്കാൻ പാടില്ല എന്നൊക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തായാലും പ്രവീൺ അത് പറയാൻ പറ്റത്തില്ല. എന്തായാലും പ്രവീൺ തന്ന ക്ലൂ അനുസരിച്ച് അവിടെ എന്തൊക്കെയെല്ലാം നടക്കുന്നുണ്ട്. അനുമോള് പറഞ്ഞത് ശരിയാണ് എന്ന് നമുക്കെല്ലാം ബോധ്യപ്പെടുന്ന രീതിയിൽ തന്നെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നെവിന്റെ കാര്യവും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എങ്ങനെ പോയാലും ഇതൊരു കുൽസിത സീസൺ തന്നെയാണ്. പലതും ബിഗ് ബോസ് നമ്മളെ ലൈവിൽ പോലും കാണിക്കുന്നില്ല. എന്ന് വെച്ചാൽ ലൈവും എഡിറ്റ് ചെയ്താണല്ലോ വരുന്നത്. പല പല എഡിറ്റുകൾ കഴിഞ്ഞിട്ടാണ് ലൈവും നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പം ഈ ലൈവില് അവരെന്ത് കാണിക്കണമെന്ന് വിചാരിക്കുന്നു അത് മാത്രമേ അവർ നമ്മളെ കാണിക്കത്തുള്ളൂ. ബാക്കിയെല്ലാം ആ എഡിറ്ററുടെ കയ്യിൽ തന്നെ കാണും. എന്ന് വെച്ചാൽ എഡിറ്റ് ചെയ്തുന്നവരെ ആളെ വേണം സമ്മതിക്കാൻ. എന്ന് വെച്ചാൽ ഈ എഡിറ്റ് ചെയ്ത് അല്ലാത്ത ഭാഗങ്ങൾ എന്തായാലും അവർ മാറ്റി മാറ്റി വെക്കുമല്ലോ, ഈ കാണിക്കാത്ത ഭാഗങ്ങൾ. എന്ന് വെച്ചാൽ ഇങ്ങനത്തെ കുൽസിതി പ്രവർത്തികളൊക്കെ അവിടെ നടക്കുന്നുണ്ടെങ്കിൽ ആ കുൽസിതമൊക്കെ കാണിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി മാറ്റി വെക്കാറുണ്ടല്ലോ. എന്ന് വെച്ചാൽ അവിടെ നടക്കുന്ന പലതും നമ്മളെ ഇപ്പോഴും കാണിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ അവിടെ സംസാരം ഉണ്ടാവുന്നുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ. ഈ പറയുന്ന വിഷയങ്ങളെ കുറിച്ചെല്ലാം അവിടെ ഓരോരുത്തരും മാറി ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ഇന്ന് ആദില അനുമോളോട് പറയുന്നുണ്ട് ജിസേലിന്റെ ആര്യന്റെ വിഷയത്തിൽ അന്ന് ഉറച്ചു നിന്ന കാര്യം. അതിനെക്കുറിച്ച് ആദില പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അനുമോള് പറഞ്ഞത് ശരിയാണ്, എനിക്കതൊക്കെ മനസ്സിലായി വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തെ ലൈവ് കണ്ടവർക്കറിയാം. പക്ഷെ പെട്ടെന്ന് തന്നെ അതിനെക്കുറിച്ച് ഒരു സംസാരം വരുമ്പോഴത്തേക്ക് ആ ക്യാമറ മാറ്റിക്കൊണ്ട് വേറെ പോകുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ട് അവർ സംസാരിക്കുന്നത് കാണിക്കുന്നില്ല. വോയിസ് ഇല്ല, പിന്നെ അപ്പുറത്തുള്ള വോയിസ് ആണ് ഇപ്പുറത്ത് കേൾപ്പിക്കുന്നത്. അപ്പം എന്തായാലും ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ അവിടെ എല്ലാവരും നടത്തുന്നുണ്ട്. ഒരുമാതിരിപ്പെട്ടവരെല്ലാം ഈ പറയുന്ന നെവിനെ കുറിച്ചാണെങ്കിലും ഈ പറയുന്ന ആര്യൻ ജിസേൽ ബന്ധത്തെക്കുറിച്ചാണെങ്കിലും അല്ലെങ്കിൽ അവിടെ കാണിക്കുന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും നമ്മളെ ലൈവിൽ പോലും കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അകത്ത് പോയവര് വെളിയിൽ വന്നവര് പറയുന്നതും അകത്ത് നമ്മൾ കാണാത്ത വിഷയങ്ങളെ കുറിച്ച് വരെ അകത്ത് സംസാരം നടക്കുമ്പോഴും, ഈ അകത്ത് തന്നെ നമ്മൾ കാണാത്ത വിഷയങ്ങളെ കുറിച്ച് സംസാരം നടക്കുന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് നമ്മളെ കാണിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ മറച്ചു വെച്ചിരിക്കുകയായിരുന്നു എന്ന് നമുക്ക് വിശ്വസിക്കേണ്ടി വരും. ഷാനവാസ് നല്ലൊരു വെടിക്കെട്ട് ബോംബാണ് എടുത്തിട്ടേക്കുന്നത്. എന്തായാലും ഇതിനെക്കുറിച്ച് സാറ്റർഡേ എന്തായാലും ഷാനവാസ് ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ലാലേട്ടൻ വന്നിട്ട് ഇതിനെ ന്യായീകരിക്കാനോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ചോദിക്കാനോ വരുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും ഷാനവാസ് ഇത് വെട്ടിത്തുറന്ന് പറയുമെന്നാണ് തോന്നുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഷാനവാസിന്റെ തന്നെ കുഴി തോണ്ടിയെന്ന് വേണം പറയാൻ. ഈ ഷോയ്ക്കും ഏഷ്യാനെറ്റിനും എതിരെയൊക്കെ വരുന്ന രീതിയിലാണല്ലോ ഇപ്പൊ ഷാനവാസ് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഷാനവാസിന് അനുഭവിക്കേണ്ടി വന്നതാണ് ഷാനവാസ് പറഞ്ഞത്. പക്ഷെ ഇവർ ചെയ്യുന്ന മറ്റൊരു കാര്യമുണ്ട്. ഷാനവാസ് ഏഷ്യാനെറ്റ് സീരിയലിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരുന്ന ആളാണ്. മിക്കവാറും ഇനി സീരിയലൊക്കെ കിട്ടുമോ എന്ന് കണ്ടറിയാം. സത്യം പറയുന്നവർക്കൊന്നും ഇവരിനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ ഏഷ്യാനെറ്റിന്റെ സീരിയലുകളിൽ അഭിനയിച്ചാണല്ലോ ഷാനവാസ് മുന്നോട്ട് വന്നത്. ഇനിയിപ്പോ വെളിയിൽ വരുമ്പോൾ ഷാനവാസിന് സീരിയൽ ഒന്നും കിട്ടാൻ ചാൻസ് വരെ കുറവാണ്. എന്നുവെച്ചാൽ ഇവരൊക്കെ അതൊക്കെ ചെയ്യും. എന്നുവെച്ചാൽ ഷാനവാസ് അവിടെ ഒരു അലിഗേഷൻ ഉന്നയിച്ചിരിക്കുന്നത് തനിക്ക് പറ്റിയ അനുഭവമാണ്. പക്ഷെ അത് ഷാനവാസ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ വെളിയിൽ അത് ബാധിക്കുന്നത് ഈ ഷോയെയാണ്. അതുപോലെ ഏഷ്യാനെറ്റിലാണല്ലോ ഈ ഷോ സംപ്രേഷണം ചെയ്യുന്നത്. അപ്പം ഇനി ഷാനവാസിന് ഇതൊരു പണിയാകുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ്. എന്തായാലും സാറ്റർഡേ വരെ വെയിറ്റ് ചെയ്യാം. സാറ്റർഡേ 3-4 വിഷയങ്ങളുണ്ട്. ഇങ്ങനെ പൊക്കഴിഞ്ഞാൽ സാറ്റർഡേയിൽ ഞാൻ പറഞ്ഞ പോലെ 80+ തന്നെ എഴുതി കാണിച്ച് എപ്പിസോഡ് നടത്തേണ്ടി വരും. ഒന്ന് ആര്യൻ റെന വിഷയം, അതുപോലെ തന്നെ ഷാനവാസിന്റെ വിഷയം. ഈ 2 വിഷയങ്ങൾ തന്നെ സംസാരിക്കാൻ കുറച്ച് സമയം എടുക്കുമായിരിക്കാം. പക്ഷെ അതുപോലെ തന്നെ ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഇതിലും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്,
ശോഭ ശോഭ അകത്തോട്ട് കയറുന്നുണ്ട്, ബിഗ് ബോസ് ഹൗസിനകത്തേക്ക് കയറുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ശോഭ വരുന്നത് എന്തിനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, ആര്യനെ വെളുപ്പിക്കാനാണ്. വേറെന്തിനാ എന്നുവെച്ചാൽ നമ്മൾ വെളിയിലുള്ള അഭിമുഖങ്ങളും അതുപോലെ ഇതിന്റെ അഭിപ്രായങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ കേട്ടുള്ളതാണ് ആര്യനെ പൊക്കി പൊക്കി പറയുന്നത്. എനിക്ക് ഇഷ്ടമുള്ള ഒരു ചെറുക്കൻ അതിനകത്തുണ്ട്, എനിക്ക് വേണ്ടപ്പെട്ടതാണ് എന്നൊക്കെ പറയുന്നത് അത് ആര്യനെ കുറിച്ചാണെന്ന് നമുക്കറിയാം. എന്തായാലും ആര്യനെ വെളുപ്പിക്കാനായിരിക്കുമല്ലോ അകത്തോട്ട് പോകുന്നത്. ആര്യനെയും ജിസേലിനെയും വെളുപ്പിക്കാൻ വേണ്ടി ശോഭ അകത്തോട്ട് പോകുന്നു എന്ന് മാത്രമേ ഞാൻ ഇതിനെക്കുറിച്ച് കരുതുന്നുള്ളൂ. എന്നുവെച്ചാൽ അങ്ങനെയുള്ളവരെ ആയിരിക്കുമല്ലോ ബിഗ് ബോസ് കയറ്റി വിടുന്നത്. എന്നുവെച്ചാൽ അവരെ ഒന്ന് വെളുപ്പിക്കണ്ടേ, അവരെ വെളുപ്പിക്കാൻ ഒരുപാട് നോക്കുന്നുണ്ട്, പക്ഷെ വെളുക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഇനി ശോഭ പോയി ഒന്ന് വെളുപ്പിക്കാൻ പറ്റുമെന്ന് നോക്കാം. എന്തായാലും ശോഭയുടെ അവിടുത്തെ പ്രകടനം കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും, നമുക്ക് നോക്കിയിരുന്ന് കാണാം. എന്തായാലും ശോഭ ഇനി അവിടെ എന്താണ് കാണിക്കാൻ പോകുന്നത്, ആര്യൻ കുണുവാവയെ സപ്പോർട്ട് ചെയ്ത് ഇനി എന്താണ് അവിടെ പറയാൻ പോകുന്നത് എന്നൊക്കെ ഉള്ളത് നമുക്ക് കണ്ടിരുന്ന് കാണാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.